ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കോട് സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഋതു ആണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, എടോ തനിക്ക് നാണൂലെടോ, തൻ്റെ തള്ളേനെ എന്തിനടുത്ത് താൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ഞാനോ എൻ്റെ അമ്മേനെ? എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. നാണം കെട്ടവനെ, തൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് യാചിക്കാൻ വേണ്ടി വന്നിരിക്കുക, മോനെ ഒരു ജീവിതം കൊടുക്കണേ, ഋതുവിനെ വിടണേ എന്നൊക്കെ പറഞ്ഞ് യാചിക്കാൻ വേണ്ടുന്നതാ. എടോ എൻ്റെ പട്ടി തൻ്റെ കൂടെ ഇനി ജീവിക്കാൻ വേണ്ടി വടോടോ എന്ന് ഋതു പറയുമ്പോഴേക്കും ഇന്ദ്രനും വിട്ടുകൊടുക്കുന്നില്ല. അതിനെ ആർക്ക് വേണ്ടി നിനക്ക് എന്ത് കുന്തം ഉണ്ടായിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കണത്? ഓ, നിന്നെ ഞാൻ ഏറ്റെടുത്തത് എൻ്റെ ചെളി തെറിച്ച പോലെയാ. അത് ഞാൻ കഴുകിക്കളഞ്ഞാലേ ആ ചെളി അങ്ങോട്ട് പോയി കിട്ടും. പക്ഷെ നിന്റെ ചെളി പോവോടി? എൻ്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടല്ലോ, നീ ഇനി എന്ത് ചെയ്യാനായിട്ടാടി? നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് എനിക്കൊരു ചുക്കുമില്ല, ഒരു മണ്ണാൻ കട്ടിയുമില്ല എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞിട്ട് ഫോം വെച്ചിട്ട് പോടി. എനിക്ക് നീയല്ലേ എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ അടിയെ പറ്റിയ മണ്ണാണടി എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുവിനെ വല്ലാത്ത രീതിയിൽ നാണം കെടുത്തിട്ട് ഇന്ദ്രൻ ഫോം വെക്കാട്ടെ. ഋതുക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഓഹോ, അവനെപ്പനെ അങ്ങനെയാ കണ്ടിരിക്കണത്, അവന് വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, എന്താ ഞാനിപ്പോ ചെയ്യാ? ഈ ദേഷ്യം ഞാനിപ്പോ ആരോട് തീർക്കും എന്നൊക്കെ ഋതു ഇങ്ങനെ മനസ്സിൽ വെക്കണം. അതെ, ദേഷ്യം തീർക്കാൻ ഒരാളുണ്ടല്ലോ വയറ്റില് എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ദ്രന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഋതു ആ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കട്ടെ. അതായത് ഋതുക്ക് എത്രത്തോളം ബലമുണ്ട്, ആ ബലം എല്ലാം തന്നെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വയറ്റിട്ടിങ്ങനെ ഭയങ്കര അടിയായിട്ട് വയറ്റിട്ടിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ശബ്ദം കേട്ട് പല്ലവി ഓടി വരുമ്പോൾ ഋതു ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ പല്ലവിക്ക് ഷോക്ക് ആവാണ്. ഋതു ഋതു എന്ന് പറഞ്ഞിട്ട് ഋതുവിനെ പിടിച്ചും കൈ പിടിച്ച് മാറിയാണ്. മാറ് പല്ലവി, മാറ്, നീ എന്തേ കാണിക്കണത്? ഇതേ അവന്റെ ആസുരവിത്ത് എന്ന് പറയുമ്പോഴേക്ക് ഋതു നാണില്ല നിനക്ക് ഇങ്ങനെ പറയാനായിട്ട്. ഇതൊന്നും അറിയാത്തൊരു കൊച്ചാണ്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഈ കൊച്ചിനെ തെറ്റെന്നറിയാവോ? നിങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞായിട്ട് ജനിച്ച് അതിന് ആ കുഞ്ഞാണ് ആ തെറ്റ് ചെയ്തത് പറഞ്ഞിട്ട്. അതെ, എനിക്ക് ഇതിനെ കാണുമ്പോൾ അവൻ്റെ ഓർമ്മ വരും, എനിക്ക് വേണ്ട. നീ എന്തിനാ ഋതു ഇങ്ങനെ പറഞ്ഞത്? നോക്ക്, ഈ കുഞ്ഞിനെ നീ മാത്രമേ ഉള്ളൂ, ഇതിന് അച്ഛനില്ല, നിനക്കറിയാലോ. ഇന്ദ്രജിത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരിക്കലും ഈ കുഞ്ഞ് അതിൻ്റെ അച്ഛനാരാന്ന് അറിയാതിരിക്കണേ നല്ലത്. പിന്നെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അത് നീയാണ്. നിന്റെ ഈ ദേഷ്യവും വിദ്വേഷവും ഒക്കെ കുഞ്ഞിന്റെ മുഖം കാണുന്നിടത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. കുഞ്ഞിന്റെ മുഖം കണ്ടതിനാ നിനക്ക് ഈ ദേഷ്യമൊക്കെ മാറും. നോക്ക്, കുഞ്ഞിനെ ഇപ്പൊ കൂട്ടുകൊണ്ട് അച്ചുവിന്റെ കുഞ്ഞ്, അച്ചുക്കും കുഞ്ഞാകും നിനക്കും കുഞ്ഞാകും. രണ്ടുപേരുടെ കളിച്ചിരി തമാശകൾ കൊണ്ട് ഇവിടെ നിറയണം. അച്ചുവിന്റെ കുഞ്ഞ് നീ പറഞ്ഞ ശരിയാ പല്ലവി, പക്ഷെ ഇതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി ഋതു. നോക്ക്, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുഞ്ഞിനെ ഒരിക്കലും ആ രീതിയിൽ കാണരുത്. നീ ഒരു അമ്മയാണ്, അത് നീ ആലോചിക്കണം. നിന്റെ വയറ്റിലൊരു കുഞ്ഞ് ജന്മം കൊണ്ടു കഴിഞ്ഞാൽ നീ അമ്മയായി, അതിനി പ്രസവിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല. ഋതു, നീ ഇങ്ങനെ പറയല്ലേ, എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനെ നീ ഇങ്ങനെ പഴിക്കണം കാണുമ്പോൾ എൻ്റെ മനസ്സിലാ വേദനിക്കണത്. പ്ലീസ് ഋതു, ഒരിക്കലും ഇപ്പൊ കാണിച്ച പോലത്തെ പ്രവൃത്തി ഇനി നീ കാണിക്കരുത്. എനിക്ക് വാക്ക് തരണം. അത് പിന്നെ എനിക്ക് ആ ഇന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ദേഷ്യം കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക പല്ലവി. നോക്ക്, അവന് എല്ലാവർക്കും ദേഷ്യമുണ്ട്, പക്ഷെ ആ ദേഷ്യം അത് അവനോട് കാണിച്ചാൽ മതി, അല്ലാതെ അവന് ജനിച്ച ഈ കുഞ്ഞിനോട് എന്തിനാ ഋതു ഇങ്ങനെ കാണിക്കണത്? എനിക്ക് ഉറപ്പുണ്ട് നാളെ ഈ കുഞ്ഞിനെ നീ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നീ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അമ്മ. എനിക്ക് ഉറപ്പാ, ആ കുഞ്ഞിനെ നീ നല്ല രീതിയിൽ വളർത്തും. ആ കുഞ്ഞിൽ അത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല, ആ രീതിയിൽ ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക്. ഇപ്പൊ നീ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഋതു, അത് ഇന്ദ്രനോടുള്ള ദേഷ്യമാണ്, നിന്നെ ചതിച്ചു എന്നുള്ള ദേഷ്യമാണ്. അത് നാളെ മാറും. ഇന്ദ്രനോടുള്ള ദേഷ്യമല്ല, കുഞ്ഞിനോടുള്ള ദേഷ്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തെ നീ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇത് നിന്റെ മാത്രം കുഞ്ഞല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാണ്. ഞങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പൊന്നുമടത്തിൽ ആദ്യത്തെ പേരക്കുട്ടിയാ, അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ദൈവത്തെ ഓർത്ത് നീ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഋതുവും ഒന്ന് പതുക്കി ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. ശേഷം റൂമിലേക്ക് പോവാണ് പല്ലവി. എന്നിട്ട് അപ്പോഴേക്കും മയൂരിയുടെ കോള് പല്ലവിയുടെ മൊബൈലിലേക്ക് വരുന്നു കേട്ടോ. പല്ലവി ഫോൺ എടുക്കുകയാണ്. ഹലോ മയൂരി, ചേച്ചി വീട്ടിലെത്തിയായിരുന്നോ? ദേ കേറിയുള്ളൂ. എന്താ മോളെ? അത് ചേച്ചി, ഇവിടെ അച്ഛനുള്ളതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ പറ്റില്ല. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം പറയണോന്ന് വിചാരിക്കണം. പക്ഷേ ഇന്ന് സേതുവേട്ടനും ചേച്ചിയും കൂടി അച്ഛന്റെ മുമ്പിൽ വെല്ലുവിളി നടത്തിയല്ലോ. 9 ദിവസത്തിനുള്ളിൽ എന്റെയും അതുപോലെ തന്നെ എന്നെ വിവാഹം കഴിക്കുമെന്ന പയ്യന്റെ വിവാഹം നടത്തുമെന്നുള്ളത്. ചേച്ചി, അതിനെക്കുറിച്ച് വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു മഹാരഹസ്യം ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യവും കൂടിയുണ്ട് എന്ന് പറയാണ്. വേറൊരു കാര്യമോ? അത് എന്ത് കാര്യമോ മയൂരി മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും മയൂരി രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വേറൊന്നുമില്ല, ആ പയ്യന് ഈ വിവാഹം ഒഴിഞ്ഞു പോയിട്ട് മയൂരിനെ കാണാൻ വേണ്ടിയൊക്കെ വരുമായിരുന്നല്ലോ. മയൂരി ആ സമയത്ത് തൻ്റെ അമ്മേനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞവനെന്ന രീതിയിലല്ലേ ആ പയ്യനെ കണ്ടുകൊണ്ടിരുന്നത്. ആ പയ്യനെ ആട്ടി ഓടിച്ചിരുന്നല്ലോ. ഒരു ദിവസം ആ പയ്യൻ മയൂരിനെ കാണാൻ വന്നപ്പോൾ കറക്റ്റ് സമയത്ത് പോലീസുകാർ വന്നപ്പോൾ ആ പയ്യൻ പറഞ്ഞിരുന്നു, ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണാണ്, ഇതിനോട് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ മയൂരി
മയൂരി പറഞ്ഞ എന്താണ്, എനിക്ക് ഇയാളറിയില്ല, ഇയാളൊരു പൂവാലനാണ് എന്ന രീതിയിലല്ലേ മയൂരി സംസാരിച്ചത്. അപ്പൊ എന്നിട്ട് ആ ചെക്കനെ പോലീസ് പിടിച്ചോണ്ടും പോയില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മയൂരി ഇങ്ങനെ പല്ലവി എടുത്ത് പറയാട്ടോ. അപ്പൊ പല്ലവി പറയണ്ട, കണ്ടില്ലേ, അപ്പൊ ആ പയ്യനെ എത്രമാത്രം നിന്നെ ഇഷ്ടമാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയ മോളെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പയ്യൻ തന്നെയാണ് നിന്നെ വിവാഹം കഴിക്കേണ്ടത്. ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റാതെ ആയത്. പിന്നെ അമ്മയുടെ പേരിലുള്ള തെറ്റിദ്ധാരണ, ഒരിക്കലും നിന്നോട് അവർക്ക് ഒരു ദേഷ്യവും ഇല്ല. ആ പയ്യന് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പയ്യനാണ്. ഞാനും സേതുവേട്ടനും കൂടി നാളെ ആ പയ്യന്റെ വീട് വരെ പോകാൻ വേണ്ടി നിൽക്കാണ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാം ചേച്ചി. എനിക്ക് തോന്നണില്ല അവരത് സമ്മതിക്കുമെന്ന്. കാരണം അമ്മയുടെ പഴയ കഥകളൊക്കെ അവർ അറിഞ്ഞേക്കല്ലേ. അതെങ്ങനെ ഇല്ലാത്ത കഥയാന്ന് പറയാൻ പറ്റും മോളെ. അതൊക്കെ പറയേണ്ട രീതി ഞാനും സേതുവേട്ടനും കൂടി പറഞ്ഞോളാം. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും മോളെ. എന്തായാലും നീ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ആ പയ്യനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ഉറപ്പായിട്ടും സുഖമുള്ളതായിരിക്കും. ഉറപ്പായിട്ടും നല്ലൊരു ജീവിതം തന്നെയായിരിക്കും നിനക്ക് കിട്ടാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ പയ്യനെ നിന്റെ ആ പയ്യനെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ പറഞ്ഞ പോലെ ആ പയ്യന്റെ വീട്ടുകാർ അവർക്ക് ക്ഷമിക്കാൻ പറ്റും നമുക്ക് നോക്കാം. പിന്നെ എല്ലാവരും മനുഷ്യന്മാരല്ലേ മോളെ. അതൊക്കെ മറക്കാനും ക്ഷമിക്കാനും പറ്റുന്നിടത്തല്ലേ മനുഷ്യന്മാരുടെ വലിയ കഴിവെന്ന് പറയണത്. സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് പല്ലവി ഫോൺ വെക്കാണ്. ശേഷം സേതുവിനോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഋതു വയറ്റിനടിച്ചതും അത് കറക്റ്റ് സമയത്ത് പല്ലവി എത്തിയത് കൊണ്ട് ആ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെയാണ് രക്ഷപ്പെടുത്താനായെന്നും പിന്നെ മയൂരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സേതുവിനോട് പറയാണ്. അപ്പൊ സേതു ഈ കാര്യം നമ്മുടെ പൂർണ്ണിമ എടുത്ത് പറഞ്ഞിട്ട് ഋതുവിന്റെ കാര്യം പ്രത്യേകം അമ്മ ശ്രദ്ധിക്കണം. പിന്നെ അടുക്കളയിലെ കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിക്കണ്ട. ഇനി മുതൽ ഋതുവിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവൾക്ക് പ്രസവം എടുക്കാനത്തൊക്കെ അത്രയും മാസമൊന്നും ഇനി ഇല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാണ്. പിന്നെ നാളെ ഞാനും പല്ലവിയും കൂടിയിട്ട് മറ്റേ മയൂരിനെ വിവാഹം ഉറപ്പിച്ച ആ പയ്യനുണ്ടല്ലോ, ആ പയ്യന്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ സേതു പറയാണ്. ശരി, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കൂടെ വരണോ എന്ന് പൂർണ്ണിമ ചോദിക്കുമ്പോൾ വേണ്ടമ്മേ, ഞങ്ങളൊന്ന് പോയി സംസാരിച്ചിട്ട് വരട്ടെ. എല്ലാം ഓക്കെ ആവുമായിരിക്കും. ഓക്കെ ആവാതെ എവിടെ പോവാൻ. ഇത് ഓക്കെ ആവുകയാണെങ്കിൽ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ വേണു സാറും ഒന്നാവുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം ഒഴിയും. പിന്നെ ഇന്ദ്രൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. എന്നാലും നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഞാനും പല്ലവിയും പോയിട്ട് സംസാരിച്ചിട്ട് വരാമേ. മക്കള് പോയിട്ട് വാ. പിന്നെ അവിടെ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറയണം കേട്ടോ. ശരി അമ്മേ എന്ന് പറയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടി ആ പയ്യന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാട്ടോ. പക്ഷെ ആ പയ്യനെ വീട്ടുകാർ വേറൊരു വിവാഹമൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇവര് പെട്ടെന്ന് പോയി പറയുമ്പോഴേക്കും അവരത് സമ്മതിക്കൊന്നുമില്ല. പക്ഷെ പയ്യനെ ഇഷ്ടം ഇപ്പോഴും മയൂരിനെ തന്നെയാണെന്നുണ്ടെങ്കിലും വീട്ടുകാർക്ക് അപ്പോഴും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാല് ലക്ഷ്മിയുടെ ആ ഒരു പൂർവ്വചരിത്രമൊക്കെ അത് ഇന്ദ്രൻ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇന്ദ്രൻ അത് ആളുമാറി പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെയൊക്കെ ചെറുതായിട്ടൊരു സത്യമാണല്ലോ. സത്യം എന്ന് ഉദ്ദേശിച്ചത് വേറൊരു ഫാമിലി അവർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും മയൂരിനെ വിവാഹം കഴിക്കാൻ പോണത് ആ പയ്യൻ തന്നെയായിരിക്കും. അത് ഉറപ്പാണ് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.